ജീവൻ ആലുവയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആയോധന കലാപ്രേമികൾക്ക് സന്തോഷ വാർത്തയുമായി ആലുവ ചുണങ്ങംവേലിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ MMA ട്രെയിനിങ് സെന്ററായ മാർഷ്യൽ ടെക്കീസ് അൾട്ടിമേറ്റ് ഫൈറ്റ് ക്ലബ് ഇന്റർനാഷണൽ MMA അക്കാദമി ആലുവ ചുണങ്ങംവേലിയിൽ പ്രശസ്ത ഇന്റർനാഷണൽ MMA ഫൈറ്റർ അബ്ദുൽ മുനീർ, SFL ലോക ചാമ്പ്യൻ ശ്യാം പ്രസാദ്, ഇന്ത്യൻ കുങ്ഫു ലിജൻഡ് ഡായ്സിഫു KV ജോൺസൺ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത യൂട്യൂബറും MMA നാഷണൽ ജഡ്ജ് ആൻഡ് റഫറിയുമായ മാർഷ്യൽ ടെക്കീസ് ബിബിൻ P. ബെന്നി, ഇന്ത്യൻ കുങ്ഫു ലിജൻഡ് ഡായ്സിഫു KV ജോൺസൺ മാസ്റ്റർ, ഷിബു KV എന്നിവരുടെ നേതൃത്വത്തിലുള്ള വളരെ പരിചയസമ്പന്നരായ ട്രെയിനർമാർ MMA, കുങ്ഫു, കരാട്ടെ, കിക്ക് ബോക്സിംഗ്, ബോക്സിംഗ്, മുവത്തായ്, ബ്രസീലിയൻ ജിയു-ജിറ്റ്സു തുടങ്ങിയ ആയോധന കലകളും അതോടൊപ്പം സുംബ, എയറോബിക്സ്, ക്രോസ്ഫിറ്റ് ഇത്തരത്തിലുള്ള ഒരുപാട് ഫിറ്റ്നസ് വെയ്റ്റ്ലെസ് പ്രോഗ്രാമുകളും ഇവിടെ പരിശീലനം നൽകി പോരുന്നു. ലോകോത്തര നിലവാരത്തിലുള്ള പരിശീലനം കൊടുക്കുന്നതിനോടൊപ്പം മാർഷ്യൽ ആർട്സ് ആൻഡ് ഫിറ്റ്നസ് രംഗത്ത് ധാരാളം അവസരങ്ങളും ഇവർ നൽകി പോരുന്നുണ്ട്. പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാധാരണക്കാർക്കും ഇതുപോലുള്ള ട്രെയിനിങ്ങുകൾ കിട്ടുന്നതിനായി ഒരുപാട് ഓഫറുകളും ഇപ്പോൾ നൽകി പോരുന്നുണ്ട്. ആയോധന കലകളിലും ഫിറ്റ്നസ് പ്രോഗ്രാമുകളിലും ലോകോത്തര നിലവാരത്തിലുള്ള പരിശീലനം ലഭിക്കുന്നതിന് മാർഷ്യൽ ടെക്കീസ് അൾട്ടിമേറ്റ് ഫൈറ്റ് ക്ലബ് ഇന്റർനാഷണൽ MMA അക്കാദമിയുമായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വിശദമായ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും വിനോദ് ചാക്യാർ നിങ്ങളോടൊപ്പം. അടിപൊളി കാഴ്ച, വെറുതെ കിട്ടും. സൂപ്പർ കാഴ്ചകൾ. നമ്മൾ താഴ്ത്തി നിന്ന് മേളിലേക്ക് നിങ്ങളെ കാഴ്ചകളൊക്കെ കാഴ്ചയിടാന്ന് പറഞ്ഞു. വളരെ മനോഹരമായിട്ടുള്ളൊരു എന്താ പറയാ അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചുണങ്ങംവേലിയുടെ ഹൃദയ ഭാഗത്തായിട്ട് ഇവിടെ ആയോധന കലകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ രണ്ടുപേര് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ രണ്ടുപേര് നിന്നിട്ട് അടിപൊളി ഫൈറ്റ് ചെയ്യാണ്. അപ്പുറ സൈഡില് ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. ഒരുപാട് കുട്ടികളും കുഞ്ഞുകുട്ടികളും വലിയവരും എല്ലാവരും ഒത്തൊരുമയുടെ ഒരു മനസ്സോടെ ഇവിടെ വന്നിരിക്കുകയാണ്. ചുണങ്ങംവേലിയുടെ ഹൃദയ ഭാഗത്തായിട്ട് നമുക്ക് അകത്തേക്ക് പോകട്ടെ. അവിടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന വേദിയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടൊക്കെ ചോദിക്കാല്ലേ? അയ്യോ, രണ്ടുപേരും നിൽപ്പുണ്ട് ഇവിടെ. അവരോടൊന്ന് ചോദിക്കാം. ഈ അതിനെ കുറിച്ച് നമസ്കാരം. എന്താ പരിപാടിയുടെ പിന്നെ ഉദ്ഘാടനമായി താഴത്ത് ഭയങ്കര മനോഹരമായിട്ട് ഒരുപാട് വണ്ടികളൊക്കെ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പോയതാണ്. അപ്രതീക്ഷിതമായിട്ട് കയറിയതാണ്. ഇത് എന്ത് പരിപാടിയുടെ പേര്? ഫൈറ്റ് ഫൈറ്റിനാണ്. എത്ര വർഷക്കാലായി ഇത് ഫൈറ്റാണോ? 6 വർഷക്കാലായി. 6 വർഷക്കാലായി. എന്ത് മനസ്സിലാ? 7 ലക്ഷം ആണോ? ഇത് അല്ല മാഷാണോ? ഫൈറ്റിന് എന്റെ സ്ഥലം കണ്ണൂരാണ്. കണ്ണൂരിന് ഇവിടെ വരെ വന്നു. കണ്ണൂർ ഫൈറ്റ് പഠിക്കുന്ന സ്ഥലമാണോ? ആ കണ്ണൂർ കഴിക്കുക. ഇവരും ഭയങ്കര പകർപ്പരായ വ്യക്തികളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. നേരം ഈ സ്ഥലം എവിടെയാ സ്ഥലം? കൊല്ലത്താ? ഓ, കൊല്ലത്ത് ഇവിടെ വരെ വന്ന് എത്ര വർഷക്കാലായി ഈ പരിപാടിയായിട്ട് തുടങ്ങാൻ പോയി? ഹസ്ബൻഡാണോ? വൈകുന്നേരമാണോ? ഹസ്ബൻഡിന് വയ്ക്കാൻ തോന്നിയ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഇവിടെ വരൂ. പേരില്ല അതെ. എത്ര വർഷക്കാരങ്ങളായി ഇപ്പൊ മാഷിന്റെ പേര് പോകാം. ഇവിടുത്തെ മാഷിക്ക് മാഷിനെ എനിക്കറിയാം. ഈ മാറ്റം ഒരുപാട് ഈ സ്ഥാപനത്തിന്റെ പേരെന്താണ്? ആണല്ലേ? വളരെ അടിപൊളി സ്ഥലം ഉണ്ടാകും. എല്ലാവരും പറ്റും. കുട്ടികളൊക്കെ പോകട്ടെ പോകട്ടെ. ഓക്കെ. നമസ്കാരം. പേര് എവിടെയാ സ്ഥലം? തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ ആയോധനയായിട്ട് ഇങ്ങനെ പ്രായമൊക്കെ പ്രശ്നമല്ലേ? പ്രായം പ്രശ്നമല്ലേ? കണ്ടാ, പ്രായമൊന്നും ഒരു പ്രശ്നമില്ല. ഈ പ്രായത്തിൽ ഇരിക്കാം. ഇത് പഠിക്കാൻ ഇരിക്കല്ലേ? പേരെന്താ പറഞ്ഞ? സാറിന്റെ പേരാ? ഇവിടെ അടുത്ത് തന്നെയാണോ? ഈ സ്ഥാപനം തുടങ്ങിയത് എന്താ പറയാനുള്ളത്? പഠിക്കാം. ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നോ? പഠിക്കാൻ വേണ്ടി വന്നോ? തീർച്ചയായിട്ടും പ്രായം ഒരു പ്രശ്നമില്ല. മനസ്സ് മതി. പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഈ ആയോധന കലകളൊക്കെ ഇതാക്കാം. മനസ്സിലായോ? നമസ്കാരം. പഠിക്കാൻ വന്നാണോ? പഠിച്ചുകൊണ്ടിരിക്കണോ? ഇത് പഠിച്ചുകൊണ്ടിരിക്കണോ? പഠിക്കാൻ ചേർന്നാണല്ലേ? എന്താണ് എന്റെ കാരണം? വേറെ കാരണം വെറൈറ്റി. മനസ്സും ശരീരവും എല്ലാം വലിയൊക്കെ ഒരു പവറായി കിട്ടാൻ പറ്റി അല്ലേ? ഇങ്ങനെയുള്ള കാലത്ത് ഇങ്ങനെയുള്ള ആയോധന കലകളൊക്കെ പഠിക്കാൻ വന്നതാണല്ലേ? വേറെ എന്തെങ്കിലും പറയാനുള്ളത്? സ്ഥാപനം അല്ലേ? ഓക്കെയാണ്. ഒരുപാട് ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചു. അമിത് നമസ്കാരം. അമിത് ഈ സമ്പ്രദായം പഠിക്കാൻ വന്നാണോ? കാണാൻ വന്നു. ഇവിടെ എന്താ വരാൻ? ഓ, മാഷ് തന്നെ
വിപിൻ മാഷിന്റെ അമ്മയാണ് കണ്ട. എല്ലാവരും ഒരുമിച്ച് മനസ്സിന്റെ മനസ്സാണല്ലേ നമ്മൾ ഈ പരിപാടിയിലേക്ക് വന്ന നല്ല ഒരു എന്താ പറയാ ഒരു എനർജിക്കാണ്. അടിപൊളിയായിട്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞല്ലേ? ഉദ്ഘാടനം കഴിഞ്ഞാൽ എല്ലാവരും വിശ്രമമാണ്. എവിടെ തന്നെ ട്രെയിനിങ്ങിനാണ് പഠിച്ചത്. പഠിച്ചിട്ടില്ല, മാസത്തിന്റെ അടുത്ത് വന്ന് 2 മാസം അവിടെ കൂട്ടിയായിരുന്നു. വന്നോളൂ. പഠിക്കണ്ടേ? എങ്ങനെയുണ്ട് അടിപൊളിയാണല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇതിനകത്ത് വന്നത് വിജയമായിരുന്നു അല്ലേ? ഒരുപാട് ചില സമയങ്ങളിൽ ചില അവസരങ്ങളിൽ നമുക്ക് ഇതൊക്കെ ഉപകാരപ്രദമാവും അല്ലെ? ആപത്തുകളിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സ്ത്രീകളെ പ്രത്യേകിച്ച് അതെ നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ ഇപ്പോൾ സ്ത്രീകൾ പൊതുവെ പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആയോജന നേർച്ചയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇപ്പം കാലഘട്ടങ്ങളിൽ കുറെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ ആയുധത്തിന്റെ ചിലരൊക്കെ പഠിച്ചിരുന്നാണ് മനസ്സുകൊണ്ട് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വരാറുണ്ട്. ആവശ്യം എത്ര വർഷം പഠിക്കുന്നു? അർജുൻ വീണ്ടും കണ്ടുപിടിയാണ്. ഇവിടെ പോയി ഇന്ന് രാവിലെ നോക്കി ഓക്കെ നമ്മൾ ഒരുപാട് കുട്ടികൾ 4 കുട്ടികളെ മദ്യം മയക്കുമരുന്ന് കുറെ സംഗതികളിലേക്ക് പോകുക. ഈ സംരംഭവുമായിട്ട് വന്നാൽ, ഈ ആയോധന കലകളുമായിട്ട് വന്നാൽ അതിനൊക്കെ നമുക്ക് മോചനം കൊടുക്കാൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന എൻ്റെ ജനബോധത്തിൻ്റെ കാരണം ഒരുവിധം ഈ തലമുറകൾക്ക് ഒരു ലക്ഷ്യബോധമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് അപ്പോൾ പല രീതിയിലുള്ള ഇന്നത്തെ രീതിയിലുള്ള ഡേറ്ററായിട്ട് ഡ്രഗ്സിനൊക്കെ അടുപ്പപ്പെടുന്നതിന് പല അതിൽ ആരോഗ്യം എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇവരാരും ആ ഒരു താൽക്കാലിക സ്വന്തം ശരീരത്തൊക്കെയാണ് ആശ്രയിക്കുന്നത്. ഒരു സമൂഹത്തിനാണ് ചെറിയ സാമ്പത്തിക ഈ സമൂഹത്തിന് തന്നെയാണ് പ്രശ്നം. അതിനൊക്കെ എതിരായിട്ട് ഈ മാർഷൽ ആർട്സ് ശരിയാണ് പറ്റുന്നത്. ഇതിൽ നിന്നൊക്കെ വിട്ട് ഇതിൻ്റെ കാര്യപ്പാട് ലക്ഷ്യബോധം അതുപോലെ ഇതുപോലുള്ള ആളുകൾക്ക് ആരോഗ്യപരമായിട്ട് നടക്കാനായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ശക്തമായിട്ട് എതിർക്കാനുള്ളൊരു ഇതെല്ലാം വളരെയധികം പെട്ടെന്ന് അത്ര ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലേക്ക് ആളുകൾ ചെന്ന് ഈ മാഷിന്റെ വാക്കുകളിൽ എല്ലാവരും കേട്ടു. എല്ലാവരും മനസ്സാവരിക വീവൻ ചാനലിന്റെ യാത്ര മുന്നോട്ട് തന്നെ ഫേസിൽ പോട്ടെ, ഫേസിൽ കൊടു, ഫേസിൽ കേട്ടെ, അങ്ങനെ പോട്ടെ, ഫേസ് നോക്കട്ടെ.
Blue corner, Abu Bakr.